ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7-ൽ മത്സരിച്ച നടൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന അപ്പാനി ശരത് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശരത്, മത്സരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ PR ആണോ ഇത്തവണ ജയിച്ചത്, അനുമോൾ എന്ന കണ്ടസ്റ്റന്റിന് അപ്പുറത്ത് PR ആണോ ജയിച്ചത് എന്നൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു കേൾക്കുന്നത്. ശരത്തിന്റെ ഒരു അനുഭവം എന്താണ്? അയ്യോ, അങ്ങനെയല്ല. നന്നായിട്ട് ഗെയിം ചെയ്തു, അവര് നന്നായിട്ട് ഗെയിം കളിച്ചു. PR മാത്രം വിചാരിച്ചാൽ നടക്കില്ല. നന്നായിട്ട് ടാസ്കുകളും അല്ലെങ്കിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇടപെടണം. PR-ന്റെ ഒരു സപ്പോർട്ടും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മുഴുവനായിട്ട് എനിക്ക് അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഈ അവസാനം ഒരു പെൺകുട്ടി വളരെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് 100 ദിവസം അവിടെ നിന്നു. അതിനിടയിൽ ഒരുപാട് നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിനൊടുവിൽ വിജയായിട്ടും ആ കുട്ടിയുടെ ക്രെഡിറ്റ് PR-ന് പോകുന്നതിൽ ഒരു വിഷമമുണ്ട്, ഒരു വൈരുദ്ധ്യം ഉണ്ടോ അതിൽ? കാണും. എനിക്ക് കാര്യം PR ഒരു ഇടപെടൽ അത്രയും ഭീകരമായിട്ടുണ്ടല്ലോ. മനസ്സിലായില്ലേ? നമ്മൾ പണ്ട് കലോത്സവ വേദികളിൽ ജഡ്ജ്മെന്റിനെ പോയിട്ട് തലേ ദിവസം പോയി കാണുന്നത് പോലെ അവരുടെ ഇടപെടൽ അതിഭീകരമാണ്. അതിന് മാത്രമേ ഉള്ളൂ. എന്ന് കരുതി ഈ പറഞ്ഞ അനുവിന് കഴിവില്ലെന്നോ അനുവിന് ടാലന്റ് ഇല്ലെന്നോ അല്ല. അനു നല്ലൊരു കുട്ടിയാണ്, നല്ല ടാലന്റ് ഉള്ള ആളാണ്, നന്നായിട്ട് ഗെയിം ചെയ്തു. പക്ഷെ ഈ പറയുന്ന PR-ഓട് ഒരു ഇടപെടൽ ഒരു കണ്ടസ്റ്റന്റിനോട് അല്ലെങ്കിൽ ഇതൊരു മത്സരമാകുമ്പോൾ അപ്പൊ അതിനോട് ഇടപെടൽ ഭയങ്കര ഭീകരമായിപ്പോയി. അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ വേറെ ഒന്നുമല്ല. സാധാരണഗതിയിൽ നമ്മൾ ഈ PR ആദ്യമായിട്ടൊന്നും അല്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരു മത്സരാർത്ഥിയെ പ്രൊമോട്ട് ചെയ്യാനായിരുന്നു PR ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ അത് മാറി മറ്റൊരാളെ ഡീപ്രൊമോട്ട് ചെയ്യാനും ഡീഗ്രേഡ് ചെയ്യാനും അയാളുടെ അങ്ങനെയായല്ലേ? അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് ഒരാളെ ജയിപ്പിക്കാനായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസുകളെ കരിവാരിത്തേക്കുക, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ ബാധിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, അവരെ മോശക്കാരാക്കുക, അത്തരത്തിലുള്ള PR വർക്കിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു യോജിപ്പുമില്ല. പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക, അവർ ചെയ്യുന്ന നല്ല കണ്ടന്റുകൾ പുറത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതേസമയം ഒരാളെ ജയിപ്പിക്കാനായിട്ട് മറ്റുള്ളവർ ലൈഫ് തകർക്കുന്ന തരത്തിലുള്ള PR-മാരാണ് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് ഇത്തവണ നടന്നു എന്ന് ശരത്തിന് തോന്നുന്നുണ്ടോ? പൂർണ്ണമായിട്ടും ഞാനും അതിലൊരു ഇര തന്നെയാണ്. നമുക്കറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. ശരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് നടക്കുന്നത് കൊണ്ടാവാം നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും പറ്റാത്തത്. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ കൂടി നമുക്ക് ഉള്ളിലൊരു വിഷമം കാണും. പക്ഷെ എന്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചു. എനിക്ക് ആരോടും ദേഷ്യവും വിഷമവും പിണക്കങ്ങളോ ഒന്നുമില്ല. എല്ലാവരോടും സന്തോഷമായിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഇറങ്ങിയത്. ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ഇതിൽ നമ്മൾ ഈ അഭിനയം അല്ലെങ്കിൽ ഗെയിം എവിടെ, റിയാലിറ്റി എവിടെ എന്നുള്ള ഒരു വരയൊക്കെ ചില സമയത്ത് മറന്നു പോകുന്ന തരത്തിലായിരിക്കും ഇത് മുന്നോട്ട് പോവുക, അല്ലേ? നമ്മൾ എത്രയൊക്കെ തയ്യാറെടുത്ത് പോയാലും കയ്യിൽ നിന്ന് പോകുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. ശരത്തിന് എന്താണ് തോന്നിയത്? ആ ഒരു പ്രിപ്പറേഷൻ, ഒരു മെന്റൽ പ്രിപ്പറേഷൻ, അത് എത്രത്തോളം വേണം ബിഗ് ബോസിന് എന്നത്? അത് ഞാൻ ആഗ്രഹിച്ചത് ഞാനായിട്ട് തന്നെയാണ് നിന്നത്. അവിടെ നടന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ ഒരു മുഖംമൂടി അണിഞ്ഞോ അല്ലെങ്കിൽ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റും, എനിക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ സാധിക്കില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് ഒരു സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായിരുന്നില്ല. എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാൻ പോയി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ടാണ് എനിക്ക് അതിന്റെ അകത്തുനിന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. എനിക്ക് എന്റെ ഒരു വലിയൊരു പ്രിയ സുഹൃത്തിനെ എനിക്ക് ലഭിച്ചു, അറിയാലോ, അക്ബർ. അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ എല്ലായ്പ്പോഴും ഞാൻ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്കെതിരെ നടത്തിയ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ഒരു വിഷയമാണ് മസ്താനി എന്നെ ഞാൻ പോയപ്പോൾ കളിയാക്കിയ ഒരു വിഷയം. അത്തരത്തിലുള്ള നമുക്ക് മറ്റുള്ള വേദനിപ്പിക്കുന്നത് പോലത്തെ കാര്യങ്ങൾ ഞാൻ ബിഗ് ബോസിൽ ചെയ്തിട്ടില്ല. എന്നാൽ കൂടി മസ്താനിക്ക് അത് കാരണം ഉണ്ടായ സൈബർ ആക്രമണങ്ങൾക്ക് മസ്താനി വിഷമിച്ചപ്പോൾ ഞാൻ മസ്താനിക്ക് പറഞ്ഞു, ക്ഷമ കൊടുത്തു. ഞാൻ പറഞ്ഞു, മസ്താനി വിഷമിക്കേണ്ട, ലൈഫിലെല്ലാം സെറ്റാവും, അതൊക്കെ ആ സമയത്ത് സംഭവിച്ചാൽ എല്ലാം വിടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെയും ആ പ്രശ്നവും സോൾവ് ആക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ ബിഗ് ബോസിന് ശേഷം ഇപ്പൊ പുറത്തിറങ്ങി ഫിനാലെയൊക്കെ കഴിഞ്ഞു, ശരത്തിന്റെ ലൈഫിലുണ്ടായ മാറ്റം എന്താണ്? മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കുമായിരുന്നു. അപ്പം ഇനി മുതൽ എന്റെ കരിയറിലുള്ള ഓരോ തീരുമാനങ്ങളും വളരെ സൂക്ഷിച്ചായിരിക്കും ഞാൻ എടുക്കുന്നത്. കുറച്ചും കൂടി ഇപ്പൊ ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് കുറച്ചും കൂടി ഇറങ്ങിയ സ്ഥിതിക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അപ്പം അത് മനസ്സിലാക്കി തന്നെ ആയിരിക്കും എന്റെ ജീവിതം.
എല്ലായ്പ്പോഴും ഞാനൊരു നടനാണ്. അപ്പം എന്റെ ടാലന്റ് ഇനിയും മുന്നോട്ട് കാണിക്കാനുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ട് പണിയെടുത്തോണ്ടേ ഇരിക്കും. അത്രയാണ്. ഒറ്റ കാര്യം കൂടി ശരത്ത്, ഇപ്പോൾ എല്ലാവർക്കും PR ഉണ്ടായിരുന്നു അല്ലെ? മിക്കവാറും എല്ലാവർക്കും അറിയാം ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടാവേണ്ടത് ഈ ഒരു മത്സരത്തിന് അത്യാവശ്യമാണ്. അതിൽ പലരുടെയും PR ഒരേ ആളുകളൊക്കെ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നിട്ട് ഇത് ഈ കൈവിട്ട് പോകുന്നത് എവിടെ വെച്ചാണ്? ഒരാൾക്ക് വേണ്ടി ഇത്രയധികം ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പലരുടെയും PR ഒരേ ആൾ തന്നെയാണ് ചെയ്യുന്നത്. അതെ അതെ, അങ്ങനെയുണ്ട്. അതാണ് എനിക്ക് വലിയൊരു തമാശ. എല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നേ. അതായത് ഒരാൾ വിന്നർ ആവും എന്ന് ഏതാണ്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ എന്നാ പിന്നെ അയാൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാശ് കൊടുത്ത് PR ചെയ്യുന്നവന് PR അത്രയും സപ്പോർട്ട് അവർക്ക് കൊടുക്കും. പക്ഷെ എനിക്കൊരു ആശങ്ക വരുന്നത് ശരത്ത്, അടുത്ത സീസണൊക്കെ ആവുമ്പോഴേക്കും ഇപ്പോൾ നമുക്ക് ഇതിനൊരു വളരെ നാച്ചുറലായ ആരാധകർ, പ്രേക്ഷകർ, സ്നേഹം, ബന്ധം ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനപ്പുറത്തേക്ക് ഇതൊരു എനിക്ക് തോന്നുന്നു നടുക്ക് നിൽക്കുന്ന സീസണാണ്. കൈവിട്ടു പോയ PR-ന്റെ ഒരു സീസണാണ്. അപ്പോൾ അടുത്ത തവണ ഇങ്ങനൊരു മത്സരം വീണ്ടും ഉണ്ടാവുമ്പോൾ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ ആളുകൾ അല്ലേ ചാനൽ തീരുമാനിക്കണം. ചാനലിനൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവണം. പൂർണ്ണമായും ഈ പ്രേക്ഷക വോട്ട് എന്നതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി അതിൽ മാനിപ്പുലേഷൻ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് അല്ലേ? ഉറപ്പായിട്ടും. ആ ഒരു മാനിപ്പുലേഷന്റെ ഒരു തുടക്കം ഇവിടെ ഉണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ എപ്പിസോഡില്. ഉറപ്പായിട്ടും നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി അതിലൊരു മാറ്റം വരണമെന്നേ. കാര്യം നമുക്കറിയാലോ, നമുക്ക് നമ്മളെ കൂടെ ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാം അതങ്ങനെ അല്ല. കുറെ പേര് എല്ലാവരും നല്ല എഫേർട്ട് ഇട്ട് കളിക്കുകയും ചെയ്ത ആൾക്കാരാണ്. അപ്പം മാറ്റം വരണം. ശരത്ത് പുറത്തേക്ക് പോയെങ്കിലും ശരത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അവിടെ ഉള്ളതായിരുന്നു ഒരു സന്തോഷം. അക്ബർ ഫൈനൽ 5 വരെ എത്തി. അതിന് മുകളിലേക്ക് പോകാൻ കഴിയാത്തതിൽ ഒരു ദുഃഖമുണ്ടോ? തീർച്ചയായും ദുഃഖമുണ്ട്. കാര്യം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട സുഹൃത്തുക്കളായ അന്ന് മുതൽ എനിക്ക് അറിയായിരുന്നു കപ്പ് അവനാണെന്ന്. പക്ഷെ ഈ പറഞ്ഞ കാരണങ്ങളെ കൊണ്ടാവാം അവനത് ലഭിക്കാതെ പോയി. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനും വലുത് എന്റെ സുഹൃത്തിന് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവന്റെ നല്ല ടാലന്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. അവന്റെ ലൈഫ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നന്ദി അപ്പാനി ശരത്ത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞു. ജീവിതം ഇനിയും എത്രയോ മുന്നോട്ട് കിടക്കുകയാണ്. അവിടെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. ഈ മാനിപ്പുലേഷൻസിനൊക്കെ അപ്പുറത്ത് നിങ്ങളുടെ എഫേർട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ്. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ കഴിവുകളൊക്കെ ജനങ്ങളും തിരിച്ചറിയേണ്ടവരും കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു ശരത്, ഞങ്ങളോടൊപ്പം പ്രതികരിക്കാൻ എത്തിയതിന്. ഹരികൃഷ്ണൻ തുടരുന്നുണ്ട്. ഹരി, ഇപ്പോൾ അപ്പാനി ശരത്ത് ഈ സീസണിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ശരത്ത് നമ്മളോട് പ്രതികരിച്ചൊക്കെ കേട്ടല്ലോ. അതായത് മാനിപ്പുലേഷൻസ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഇന്നലെ അവസാനത്തെ വേദിയിലും ജിയോ ഹോട്ട്സ്റ്റാർ മേധാവി ഉൾപ്പെടെ അത് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇത്തവണത്തെ PR-നെ പറ്റി ആ ഫിനാലെ വേദിയിൽ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ കൈവിട്ടും പോയി എന്നതാണ്. അപ്പോൾ അടുത്തൊരു സീസണിലേക്കൊക്കെ പോകുമ്പോൾ ഇനി ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാവില്ലേ? അല്ലേ ശ്രീജി, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ മേധാവി പറഞ്ഞ വാചകങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതിനകത്തും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഒരു നിസ്സഹായ അവസ്ഥ പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇങ്ങനൊരു മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത് സംഭവം ശരിയാണ്, ഓക്കെ, അത് ആരുടെ വീഴ്ചയാണ്. അങ്ങനെ ഒരു മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അത് തടയിടേണ്ടത് ഉറപ്പായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അത് ഒരു ഫിനാലെ വേദിയിൽ ഒരു ട്രോഫി നൽകാൻ പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്തേക്ക് ഇത് വന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ വിജയത്തിൽ ഒരു കളങ്കമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇത് പോവുകയും ചെയ്യും. അത് ആ വിജയിക്ക് തന്നെ ഒരു വലിയ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊടുക്കും.